ഈ ലഞ്ചസിൽ എല്ലാവരും സ്പ്ലിറ്റ് സ്ക്വാട്ടാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ലഞ്ചസ് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ലെഗിന്റെ വാമപ്പ് വീഡിയോ കണ്ടില്ലേ? ഇനി ലെഗിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ലഞ്ചസ്. നമുക്ക് വയറ് കുറയാൻ ഏറ്റവും നല്ലത്, അതായത് ഓവറോൾ ഫാറ്റ് പോകാൻ നമ്മൾ ക്രഞ്ചസ് ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലതാണ് ലെഗിന്റെ വർക്കൗട്ട്സ്, അതുപോലെ ഡെഡ് ലിഫ്റ്റ് ഒക്കെ. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ എങ്ങനെ ലഞ്ചസ് ചെയ്യാമെന്ന് നോക്കാം. ഇത് മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരിതാണ്. ലഞ്ചസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഈ ലഞ്ചസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, നമ്മൾ സ്ക്വാട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാഡ്സും ഗ്ലൂട്ടും മാത്രമാണ് ഇൻക്ലൂഡ് ആകുന്നത്. ഹാംസ്റ്റർ ചെറിയൊരു സപ്പോർട്ട് വരും. പക്ഷെ ലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഗ്ലൂഡിയസ് മീഡിയൽ മിനിമൽ എന്ന് പറയുന്ന സൈഡിൽ ഒരു മസിൽ ഉണ്ട്. ആ ഒരു മസിൽ കാരണമാണ് നമുക്ക് ഈ ഒരു കാല് പൊക്കിയൊക്കെ നിൽക്കാൻ പറ്റുന്നത്. ഇപ്പൊ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടില്ല, നമ്മളെ പോലെ ഇത്ര ഫ്രീ ആയിട്ട് അവർ നടക്കില്ല. അവർ നടക്കുന്നത് ചാടിയാണ്. നമുക്ക് ഈ ഒരു മസിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കാല് പൊക്കി ചെയ്യാൻ വേണ്ടി. ഈ മസിലിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്റ്റെപ്പ് അപ്പ് എക്സസൈസ് ഉണ്ട്. അതുകൂടാതെ ലഞ്ചസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട്. ഈ ലഞ്ചസിൽ എല്ലാവരും സ്പ്ലിറ്റ് സ്ക്വാട്ടാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ലഞ്ചസ് കാണിച്ചു തരാം. ലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിക്കുക, അതായത് ഈ കുത്താൻ വേണ്ടിയിട്ടൊക്കെ ചാടി കുതിക്കുക, നമ്മൾ അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് ലഞ്ചസിന് വരുന്നത്. കൃത്യമായിട്ടുള്ള ലഞ്ചസ് ആദ്യം കാണിക്കുക. അത് കഴിഞ്ഞ് ആൾക്കാർ കാണിക്കുന്ന തെറ്റും കാണിക്കാം. രണ്ട് കാല് താഴെ വെച്ചു, കൃത്യമായിട്ട് എടുത്തു. ലഞ്ചസിന് 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു, നിന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാല് ഫ്രണ്ടിലോട്ട് വെച്ചു, ഈ കാലിൽ മാത്രം ബലം കൊടുത്തു. ഈ കാലൊന്ന് സപ്പോർട്ട്, നമ്മൾ മറിഞ്ഞു വീഴാതിരിക്കാനുള്ള സപ്പോർട്ട്, അതായത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. 2 കാലും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി ആകുകയില്ല. ഇത് കൃത്യമായിട്ട് ഫുള്ളായിട്ട് ഇരുന്നു, ഏറ്റു. പക്ഷെ നമ്മൾ ഈ ഫ്രണ്ട് കാല് കുത്തി മാത്രമാണ് ഇരിക്കുന്നത്. ഒന്നുകൂടി കാണിക്കാം. ശ്വാസം എടുക്കുന്നു, വിടുന്നു. ഇതുപോലെ കാല് നമ്മൾ മാറി മാറി ചെയ്യുന്നു. ഇനി ആൾക്കാർ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ തെറ്റ് കാണിക്കാം. അതായത് സ്പ്ലിറ്റ് സ്ക്വാട്ട് ചെയ്യും അറിയത്തില്ലാതെ. ഈ 2 കാലും ഒരുമിച്ച് ചവിട്ടി നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഈ ഒരു കാലം തന്നെ ചെയ്യില്ല, 2 കാലും വെച്ചിട്ട് സ്പ്ലിറ്റ് സ്ക്വാട്ട് ചെയ്യും. 2 കാലിലും ബലമായിട്ട് ചെയ്യും, 2 കാലിലും ബലമായിട്ട്. അപ്പൊ എന്നാ പറ്റുന്ന സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടില്ല. ഇനി നമ്മൾ ചിലരൊക്കെ ഉണ്ട് ഈ ഡംബലയിൽ ചെയ്യും. ഈ ഡംബലയില് നമ്മൾ സ്ക്വാട്ട് ലഞ്ചസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റുന്ന എന്നാണെന്നറിയാമോ? ഈ ആദ്യം നമ്മുടെ കൈ മടുക്കും. നമ്മുടെ കാല് മടുക്കുന്നതിന് മുമ്പ് കൈ മടുക്കും. കാല് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയല്ല. ഇങ്ങനെ എത്ര നേരം നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് വാക്കിംഗ് ലഞ്ചസ്. വാക്കിംഗ് ലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നു, ഇരിക്കുന്നു, പോകുന്നു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് മടുക്കും. കാല് മടുക്കുന്നതിന് മുമ്പ് നടക്കുകയും കൂടി ചെയ്യണ്ടേ, നമ്മുടെ ഹാർട്ട് ആദ്യം മടുക്കും. അപ്പൊ ഒരിടത്ത് നിന്ന് ചെയ്യുവാണ് കൂടുതൽ മസിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായം പറയാ. ഓക്കെ, ബൈ.